അപ്പം ഞാൻ കേട്ടു ഇവിടെ നല്ല വമ്പിച്ച ടേൺ ഔട്ടാണ്. അത് മാധ്യമക്കാരുടെ ടേൺ ഔട്ടാണെന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്. നല്ലൊരു ടേൺ ഔട്ടാണല്ലോ നിങ്ങളെല്ലാവരെയും. എങ്ങനെ കാണുന്നു കാര്യങ്ങൾ? നല്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വിഹാരമുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട്. ഞങ്ങൾ UDF സ്ഥാനാർത്ഥി വേണ്ടി വോട്ട് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. പറയാൻ പാടുമോ എനിക്കറിയില്ല, നമ്മൾ ഇലക്ഷൻ ബൂത്തിൻ്റെ വെളിയിലാണല്ലോ. പക്ഷേ ഞാൻ പറയട്ടെ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ 10 വർഷക്കാലത്ത് ദുർഭരണം മാറ്റി പുതിയൊരു ഭരണം കൊണ്ടുവരുന്ന ഒരു സമയമായി. അതാണ് ജനങ്ങളുടെ മനസ്സിൽ ഞാൻ കാണുന്നത്. അതിനു വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എല്ലാവരുടെയും വോട്ട് ടേൺ ഔട്ട് നല്ലതാണ്. എൻ്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലായി ഇതിൻ്റെ പ്രാധാന്യം. അവർക്ക് മനസ്സിലായി. അവർ വന്ന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലവർ ഈ കാർഡേഴ്സൊക്കെ ഒരു പക്ഷേ ഇറങ്ങിയിട്ട് ഇലക്ഷൻ മറ്റേവർക്ക് വേണ്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു കാര്യം. No, we are expecting the turnout to be high. It is already high by this morning's time. That is, I came here at 11:30. It was already quite high in many districts. And I would say that if you're going to look at the turnout on the whole, by the end of the day, it may even surpass previous levels ever established, record levels. And that's because the people of Kerala want to vote for a change. They don't want to leave it to the normal political workers and activists to determine their future. Ordinary people are coming out to vote. That's why the turnout is higher. Of course, not at all. NDA is a zero-seat party. How many seats can they expect to have that will make any difference in the government? This is a LDF versus UDF election. LDF is going to finally meet its comeuppance in the course of this voting today. Sorry. ഈ ആരോപണമൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നേമത്തിൽ പല ബൂത്തിലും മദ്യം പിടിച്ചുവെന്നും പാലക്കാടിൽ കാശ് കൊടുക്കണതിൻ്റെ തെളിവുണ്ടെന്നൊക്കെ പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്. അവർക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ അന്വേഷണം നടത്താൻ. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഉത്തരവാദിത്തമുണ്ട്. അവർക്കും ഈ പരാതി എത്തിയിട്ടുണ്ട്. ഇനി അവരെല്ലാവരും ഉത്തരവാദിത്തങ്ങൾ ചെയ്യട്ടെ. ജനങ്ങൾ എന്തായാലും പത്രം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, മാധ്യമം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ അങ്ങനെ അത് അനുസരിച്ച് തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ തുറന്നാൽ കൂടി എന്താണ്, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം, അത് തുറന്നോട്ടെ. പ്രഡിക്ഷൻ എണ്ണമായിട്ട് പറയുന്നില്ല, ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. വോട്ട് ചെയ്ത ശേഷം നമ്മൾ ആലോചിക്കുക. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങളുടെ വലിയൊരു ആവശ്യമാണ് കഴിഞ്ഞ തവണയും കാട്ടെ 2011 കാട്ടെ ഒരു കംഫർട്ടബിൾ ഭൂരിപക്ഷം തരണമെന്ന്. ഞങ്ങൾ കാണുന്നത് അത് കിട്ടും എന്നാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത ശേഷമേ അതിൻ്റെ ഒരു തെളിവുണ്ടാവുള്ളൂ. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന ആളാണ്. 59 നിയോജക മണ്ഡലത്തിൽ കയറി ഇറങ്ങി 59 സ്ഥാനാർത്ഥികളൊപ്പം നിന്നു. ഞാൻ പറയട്ടെ, എല്ലാവരുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം തന്നെയാണ് വലിയൊരു കഥ. നിങ്ങൾക്കറിയാം, പലവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ടിക്കറ്റ് വിതരണ സമയത്ത്. ചിലവർക്ക് ചില നിരാശകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനും പാർട്ടി വിട്ടിട്ട് പരാതി പറഞ്ഞിട്ട് പ്രചരണം ചെയ്തിട്ടില്ല. ഒരു മനുഷ്യനും റെബൽ സ്ഥാനാർത്ഥിയായിട്ടില്ല. ഞങ്ങളെല്ലാവരും നിരാശപ്പെട്ട് ഡിസപ്പോയിൻറ്റഡായ ആസ്പിറൻസും കൂടി ടിക്കറ്റ് കിട്ടിയവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രചരണം ചെയ്ത് ഞാൻ കണ്ടതാണ് എല്ലാവരുടെയും. അതുകൊണ്ട് എനിക്ക് കാണുന്ന ഈ UDFൻ്റെ ഐക്യം, അതിൻ്റെ പ്രത്യേകിച്ചൊരു കോൺട്രാസ്റ്റാണത് LDFൻ്റെ വീഴ്ച. നിങ്ങൾ കണ്ടുവല്ലോ, 5 LDF സ്ഥാനാർത്ഥികളാണ്, LDF പാർട്ടി അംഗങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളുമാണ് അവരെ വിട്ടിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഐക്യം UDFൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. കാരണം UDF ഈ തവണ സീരിയസ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് ഭരണത്തിൽ വരുന്ന ഒരു വിശ്വാസത്തിലാണ് പൂർണ്ണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് നമുക്കറിയില്ല എന്ന് നോക്കൂ. കോൺഗ്രസ് പാർട്ടിയുടെ രീതി നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്യും? എല്ലാ ജയിച്ച MLAമാരുടെ അഭിപ്രായം ചോദിച്ച ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അത് നിങ്ങൾ കാത്തിരിക്കും. മെയ് 4-ാം തീയതി റിസൾട്ട് അറിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നില്ല വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഒരു തീരുമാനമെടുക്കാൻ. പക്ഷെ അത് എൻ്റെ കയ്യിലല്ല, അത് നമ്മളുടെ ഡൽഹി നേതൃത്വമാണ് ചെയ്യാൻ പോകുന്നത്.
എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരു അപകടം പറ്റുമ്പോഴോ ദുരന്തം സംഭവിക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിൻ്റെയാണ്. പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വയനാട് ആൾക്കാരുടെ റീഹാബിലിറ്റേഷൻ ചെയ്യാനും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ഓരോരോ അവിടുത്തെ നിവാസികൾക്കും വേണ്ടിയിട്ട് പിന്നെ ഭൂമി കണ്ടുപിടിക്കൽ, സഹായം കൊടുക്കൽ, വീട് കെട്ടിക്കൊടുക്കൽ, ഇതൊക്കെ നമ്മളുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അവരുടെ പിരിഞ്ഞെടുത്ത ഫണ്ട്സ് ഉണ്ട്, അവർ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉണ്ട്, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സഹായങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ പ്രതിപക്ഷത്തോട് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് മനസ്സിലായതിൻ്റെ അർത്ഥം പ്രതിപക്ഷം ചെയ്യാൻ ചില കാര്യങ്ങൾ ശ്രമിച്ചു. നമ്മളുടെ പിന്നെ KPCC പ്രസിഡന്റ് ചില ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് അത്ര സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോളൂ, എല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹം നിങ്ങളോട് വിശദീകരിച്ച് തരും, നിങ്ങൾക്കൊരു സംശയമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരാണ്. ഞങ്ങൾക്ക് ഭരണം തന്നാൽ ഞങ്ങൾ ഒരിക്കലും ആ ഉത്തരവാദിത്വം മാറ്റി നിർത്താൻ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നൽകിയ വിശ്വാസത്തെ പൂർത്തിയാക്കാൻ വേണ്ടി പ്രവർത്തിക്കും. സോറി അല്ലാന്ന് ഞാൻ പറയണത്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല ജനങ്ങളൊന്ന് വോട്ട് ചെയ്ത പോലെ ഇരിക്കും. അവർക്ക് ആകെ സാധ്യതയുള്ളത് 1-2 സ്ഥലത്തിലല്ലേ, നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സാധ്യത രണ്ടും ത്രികോണ മത്സര സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആ അപകടം മനസ്സിലാക്കിയിട്ട് BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാത്ത രീതിയിൽ വോട്ട് ചെയ്താൽ നമ്മൾക്കൊരു നല്ലൊരു വിജയം കാണാൻ സാധിക്കും. എനിക്ക് ഇപ്പോൾ കാണുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ തന്നെ എല്ലാവരും ഓടി നടക്കുമ്പോൾ ഞാൻ കൂടുതൽ BJPയുടെ ശക്തിയൊന്നും കണ്ടില്ല. പക്ഷേ മാധ്യമക്കാരെന്നോട് പറയുന്നു അവരെല്ലാവരും കണ്ട് മനസ്സിലാക്കിയത് 1-2 മണ്ഡലത്തിൽ BJPക്ക് സാധ്യതയുണ്ടെന്ന്. അപ്പം നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ എന്തിനാണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്? ശരി, സാധ്യത ഉണ്ടാവായിരിക്കാം. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത് വരെ ആ സാധ്യത പൂർത്തിയാക്കി ഒരിക്കലും വിശ്വസിക്കുന്നില്ല.